പെരുമാതുറ മുതലപ്പുഴയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് നിലവിൽ 3 എക്സ്കവേറ്ററുകളും മണ്മാന്തി യന്ത്രവും ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടികൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മണൽ കരയിലേക്ക് കയറ്റുകയും മറ്റൊരു ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കൂനിയായി കിടക്കുന്ന മണലിനെ കരഭാഗത്തേക്ക് മാറ്റുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ 2 ആഴ്ചയായി ഇവിടെ മണൽ മാറ്റുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റിയ മണലൊക്കെ ഒരു മൺകൂനയായി തന്നെ ഈ പുഴക്കരയിൽ ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മണൽ കൂടി ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഈ മണലിനെ എക്സ്കവേറ്റർ ഉപയോഗിച്ച മണ്ണുമാന്തി യന്ത്രം കൂടി ഉപയോഗിച്ചുകൊണ്ട് ലോറിയിലേക്ക് കയറ്റി സമീപത്തെ തീരങ്ങളിലേക്ക് മാറ്റുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ പെരുമാതുറ മുതലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഈ പൊഴി മുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ആദ്യം മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് വലിയൊരു എതിർപ്പാണ് ഈ പൊഴി മുറിക്കുന്നതിന് ഉണ്ടായത്. കാരണം ഈ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട ഡ്രഡ്ജർ ഇങ്ങോട്ടേക്ക് എത്തിയെന്ന് തങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഈ പൊഴി മുറിക്കാൻ തങ്ങൾ അനുവദിക്കൂ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുകയും അത് സംബന്ധിച്ച് പ്രതിഷേധം ഉയരുകയും ചെയ്തത്. ഇതിനിടെ പെരുമാതുറയിൽ ഒരു വിഭാഗം രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്നും ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം MLA ഓഫീസ് പോലും ആക്രമിച്ചതെന്നും ഇന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പ്രതികരിച്ചു. മുതലപ്പുഴി വിഷയത്തിൽ ഒരു വിഭാഗം ആൾക്കാർ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് ഇന്നലെ വി ശശിയുടെ ആഫീസ് അടിച്ചു തകർത്തത്. മനഃപൂർവ്വമാണ്, ഒരു സംഘർഷം ഉണ്ടാവട്ടെ എന്ന് ഉദ്ദേശിച്ചാണ് ആഫീസ് ഇന്നലെ അടിച്ചു തകർത്തത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് കണ്ണൂരിൽ നിന്ന് കണ്ണൂർ അഴീക്കൽ തുറമുഖത്ത് അവിടുത്തെ ആഴം കൂട്ടുന്നതിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടുവരുന്ന ചന്ദ്രഗിരി എന്ന ഡ്രഡ്ജർ പെരുമാതുറയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 7 മണിക്കാണ് കണ്ണൂരിൽ നിന്ന് ഈ ഡ്രഡ്ജർ പുറപ്പെട്ടത്. ഇപ്പോൾ അത് നിലവിൽ ബേപ്പൂര് പിന്നിട്ടിരിക്കുകയാണ്. കാലാവസ്ഥ കൂടി അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ മറ്റ് വലിയ മഴയോ കടൽക്ഷോഭമോ ഒന്നും ഉണ്ടായില്ല എങ്കിൽ അടുത്ത 2 ദിവസത്തിനുള്ളിൽ തന്നെ ചന്ദ്രഗിരി എന്ന് പറയുന്ന ഈ ഡ്രഡ്ജർ കൂടി ഈ പെരുമാതുറയിലേക്ക് എത്തിച്ചേരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡ്രഡ്ജറും ഇവിടെ നിലവിലുള്ള 3 എക്സ്കവേറ്ററുകളും കൂടുതൽ എക്സ്കവേറ്ററുകളും മണ്ണുമാന്തി യന്ത്രങ്ങളും കൂടി ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ട് വരുന്ന ഒരാഴ്ച കൊണ്ട് തന്നെ ഈ അടിഞ്ഞുകൂടി കിടക്കുന്ന മുഴുവൻ മണലും പൂർണ്ണമായി പുഴയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ നിലവിൽ പെരുമാതുറയിലുള്ളത്. സുധീഷ് തിരുവല്ലയോടൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.